കഥ കുസുംപൂരിന്റെ കഥയാണ്. അത് മഞ്ഞുകൾ കൊണ്ട് മൂടപ്പെട്ട് ഉയർന്ന മലകളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ, വളരെ ശാന്തമായ ഭംഗിയുള്ള ഗ്രാമമാണിത്. അവിടെയുള്ള ചുറ്റുപാടും പിന്നെ ഭംഗിയും ഇവിടെ ചുറ്റിനോക്കാൻ വരുന്ന ഓരോ ആളുകളെയും അതൊരു സ്വർഗമാണെന്ന് ഉണർത്തുകയായിരുന്നു. വാവ്, ഇത് കണ്ടോ, ഈ ഗ്രാമം എത്ര നന്നായിരിക്കുന്നു. അതെ, ശരിക്കും നന്നായിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം 2-3 ദിവസം താമസിക്കാൻ ഓക്കെ. കൂടിക്കൊണ്ടേയിരിക്കുന്ന ഈ തണുപ്പ് ആർക്ക് താങ്ങാനാകും പറ. സിയ പറഞ്ഞത് വളരെ ശരിയാണ്. ശരിക്കുമുള്ള കാര്യം എന്താണെന്നാൽ കുസുംപൂർ ഒരു സാധാരണ ഗ്രാമമല്ല. ഇവിടെ വർഷത്തിൽ 12 മാസങ്ങളും തണുപ്പ് മാത്രം നിറഞ്ഞിരുന്നു. പിന്നെ 5 വർഷങ്ങൾക്കൊരിക്കൽ ഈ തണുപ്പ് വീണ്ടും അധികമായി മാറും. അത് കാരണം കുസുംപൂരിന്റെ അവസ്ഥ ദിവസം തോറും മോശമായിക്കൊണ്ടേയിരുന്നു. പിന്നെ ഈ അവസ്ഥ മാറ്റാൻ എത്തിയവനാണ് മനീഷ്. അദ്ദേഹം ഗ്രാമത്തിലെ കഠിന അധ്വാനിയും വളരെ കഴിവുള്ളവനുമാണ്. ഓ, ഈ തണുപ്പ്, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയുമല്ലേ, നമ്മളുടെ ഗ്രാമത്തിൽ 12 മാസങ്ങളും തണുപ്പ് മാത്രമാണ്. നീ ഏത് ചെയ്താലും ഇവിടെ ഒന്നും മാറ്റാൻ പറ്റില്ല. എല്ലാ കൊല്ലങ്ങളും തണുപ്പ് അധികരിക്കും. തീർച്ചയായും ഒരു ദിവസം ഈ തണുപ്പ് കൊണ്ടാണ് നമ്മൾ മരണിക്കും. ശരി, ലാബ് ക്ലോസ് ചെയ്യാൻ സമയമായി. രോഹൻ പറഞ്ഞത് കേട്ടിട്ട് മനീഷിന് ആകെ വിഷമമായി. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, അതായത് രോഹൻ പറഞ്ഞ കാര്യം നേരാണെന്ന്. പക്ഷെ ചാലഞ്ചിൽ തോൽവി സമ്മതിക്കുന്നതിൽ മനീഷിന് ഒട്ടും താല്പര്യമില്ല. അവന് വിശ്വാസമുണ്ടായിരുന്നു, ഇന്നല്ലെങ്കിലും നാളെ ഈ ഗ്രാമത്തിനെ തണുപ്പിൽ നിന്നും തന്നെ കൊണ്ട് രക്ഷിക്കാനാവുമെന്ന്. ജനങ്ങളെ എന്തെങ്കിലും സംസാരിക്കാം, പക്ഷെ ഞാൻ എന്റെ റിസർച്ച് കൊണ്ട് ഗ്രാമത്തിനെ തണുപ്പിൽ നിന്നും രക്ഷിക്കും. മനീഷ് തീരുമാനിച്ചതുപോലെ അദ്ദേഹം രാത്രി പകലായി കുസുംപൂരിന്റെ പ്രകൃതിയെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചു. പിന്നെ ആ ഗ്രാമത്തിലെ മണ്ണും പരിശോധിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങനെ ഒന്ന് കുടുങ്ങി. അത് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹേ മനീഷ്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഒന്നുമില്ല, ഞാൻ എൻ്റെ പുതിയ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണോ? ശരി, പറയൂ, നീ എന്ത് റിസർച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പറയുന്നു, ഇവിടെ നോക്ക്, നമ്മളുടെ ഗ്രാമത്തിൻ്റെ വരൈപടമാണ്. ഈ ഈസ്റ്റ് സൈഡിൽ മലകളുണ്ടല്ലേ, അവിടെ ഒരു ബാവി ഉണ്ട്. പിന്നെ ആ ബാവിയിൽ എന്താ ഉള്ളതെന്ന് നിനക്കറിയോ? എന്താണ്? ചൂടുള്ള ലാവ ഉണ്ട്. എന്തേ, നമ്മളുടെ തണുത്ത ഗ്രാമത്തിൽ ലാവ ഉണ്ടോ? അതെ അതെ, ഞാനും ഇത് കണ്ട് വളരെ ഷാക്കായി പോയി. ഇങ്ങനെ ഈ വരൈപടത്തിൽ ഈ ബാവി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബാവി ഉണ്ടാവും. ഒരു പക്ഷേ ഞാൻ ആ ബാവി കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വിജയിക്കും. അതിനെ എവരെ കൊണ്ടും വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ആവശ്യപ്പെട്ടാൽ ഈ റിസർച്ചിൽ ഞാനും നിന്നെ തീർച്ചയായും സഹായിക്കാം. ചൂടായ അഗ്നി നിറഞ്ഞ ആ അഗ്നിപർവ്വതത്തെ കുറിച്ച് അറിഞ്ഞതും രോഹൻ അതിശയിക്കുകയും ചെയ്തു, സന്തോഷിക്കുകയും ചെയ്തു. ഇത്ര ദിവസം മനീഷ് പറഞ്ഞതിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അഗ്നി നിറഞ്ഞ കിണറിനെ കുറിച്ച് കേട്ടതും അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി. അതായത് മനീഷ് ഗ്രാമത്തിന്റെ ഭാവി തീർച്ചയായും മാറ്റുമെന്ന്. ഇപ്പോൾ രോഹനും അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും അദ്ദേഹത്തിനെ സഹായിക്കണമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ ആ രഹസ്യ കിണറിനെ തേടി അവർ രണ്ടുപേരും പുറപ്പെട്ടു. മനീഷ് ലാബിൽ നിന്നും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ, സെൻസർ, പിന്നെ താപനില അളക്കുന്ന ഗ്രാജുവേറ്റ് റെഡിയാക്കി. രോഹൻ പോകുന്ന വഴിയിൽ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ റെഡിയാക്കി. രാവിലത്തെ ചെറിയ വെയിലിൽ മലയെ നോക്കി നടക്കാൻ തുടങ്ങി. വലിയ കാട്, ചരിഞ്ഞ പടിക്കെട്ടുകൾ, നല്ല തണുത്ത കാറ്റ്. ഓരോ ഭാഗത്തും എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് സെൻസർ വർക്കാകില്ല. മലഭാഗത്ത് പാറകൾ വന്ന് പാത മറയ്ക്കുക. ചില സ്ഥലങ്ങളിൽ തണുത്ത കാറ്റ് അവരെ പുറകിലോട്ട് പോകാൻ നിർബന്ധിച്ചു. പക്ഷേ രണ്ടുപേരും തോൽവി സമ്മതിച്ചതേയില്ല. ഓരോ കഷ്ടങ്ങളും അവർ കടന്ന് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് ഒരു വിധേന വൈകുന്നേരമാകുന്ന സമയത്ത് ആ രഹസ്യ ലാവാ കിണറിനടുത്ത് അവർ ചെന്നെത്തി. രോഹൻ, ഇവിടെ നോക്ക്, നമുക്ക് ആ ഭാവി കിട്ടിയിട്ടുണ്ട്. വാവ്, ഇതാണ് നമുക്ക് ആവശ്യം. ഗ്രാമത്തിലുള്ള തണുപ്പിന്റെ പ്രശ്നത്തിന് യഥാർത്ഥ തീരുമാനം ഇപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഈ വിജയം അത്ര എളുപ്പമല്ല. വലിയ കാട്ടിനകത്ത് പല മണിക്കൂറുകൾ നടന്ന് വരുന്ന വഴിയിൽ കൂർത്ത കല്ലുകൾ ഇടിച്ച് തണുത്ത കാറ്റിനെയും മറികടന്ന് ഓരോ പ്രശ്നത്തിലും അവർ ചിന്തിച്ചു പ്രകൃതി അവരുടെ ധൈര്യത്തെ പരിശോധിക്കുകയാണെന്ന്. പക്ഷേ രണ്ടുപേരും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് അവരുടെ പ്രവൃത്തിയിൽ വിജയിച്ചു. രോഹൻ, ടാങ്കറിൽ ലാവയെ ഫിൽ ചെയ്ത് നമ്മൾ ലാബിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ നീ ഒരു മുഖ്യമായ ജോലി ചെയ്യണം. പറയടാ.
നീ ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന ലാവയിനെ ചെറിയ ചെറിയ ക്യൂബ്സിൽ മാറ്റണം. 500 ക്യൂബ്സിലുള്ള ഗ്രൂപ്പായിട്ട് മാറ്റണം. അതുപോലെ 1000 ഗ്രൂപ്പുകളെ ഉണ്ടാക്കണം. ഇതിനെ നമ്മൾ മൈക്രോ ഫാബ്രിക്കിൽ ഇട്ട് കോൾഡ് ആൻഡ് ഹീറ്റ് കമ്പളത്തിനെ ഉരുവാക്കാം. അതിനെ ഗ്രാമത്തിലെ ജനങ്ങൾ ദിവസവും ഉപയോഗിക്കാം. വാവ് വാവ് മനീഷ്, ലാവ ക്യൂബ്സിൽ കമ്പളമോ? ഇതുവരെ ആരും ഇതുപോലെ ആലോചിച്ചിട്ടേ ഇല്ല. നീ തന്നെ നോക്ക്, നിന്റെ കണ്ടുപിടിപ്പ് തീർച്ചയായിട്ടും വിജയിക്കും. മനീഷ് പറഞ്ഞത് കേട്ടിട്ട് രോഹൻ വളരെ അതിശയിച്ചു പോയി. ഇങ്ങനെ ഒരു അതിശയിപ്പിക്കുന്ന ചിന്ത അദ്ദേഹത്തിന് ഇതുവരെ വന്നിട്ട് പോലുമില്ല. പക്ഷേ മനീഷിന്റെ ഭയങ്കരമായ ബുദ്ധി കൊണ്ട് ഇപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നു. രോഹൻ ഒന്നും മിണ്ടാതെ തന്റെ തോളത്ത് എല്ലാ ജോലിയും ഏറ്റെടുത്തു. അദ്ദേഹം കോളേജിലെ കുറെ സ്റ്റുഡൻസിനെ ചേർത്ത് ഒരു ടീം ഉണ്ടാക്കി പണി തുടങ്ങി. മനീഷ് ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയായിരുന്നു. ഒരുപാട് വർഷം അധ്വാനിച്ചതിന് ശേഷം ഗോൾഡൻ ഹീറ്റ് കൺട്രോൾ പുതപ്പ് റെഡിയായി. പിന്നെ രണ്ടുപേരും ഉടനെ അത് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നൽകി. ഗ്രാമത്തിലെ ജനങ്ങളെ, ഇവിടെ വന്നതിന് വളരെ നന്ദിയുണ്ട്. അതായത് നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ ഗ്രാമത്തിൽ 12 മാസങ്ങളും തണുപ്പ് ഉണ്ടാവും. പിന്നെ 5 കൊല്ലങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ തണുപ്പ് വളരെ കൂടുന്നു. ഈ കൂടുതൽ തണുപ്പ് കാരണം എല്ലാവർക്കും ജീവിക്കുന്നത് വളരെ കഷ്ടമായിട്ടുണ്ട്. ഇനി വിഷമിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നിങ്ങളുടെ പ്രശ്നത്തിന്റെ തീർവ് എൻ്റെ കയ്യിലുണ്ട്. കോൾഡ് ആൻഡ് ഹീറ്റ് കൺട്രോൾ ലാവ ബ്ലാങ്കറ്റ്. ഇത് നിങ്ങളുടെ ഈ അധികമുള്ള തണുപ്പിൽ നിന്നും രക്ഷിക്കും. നേരാണോ? മനീഷിന്റെ ഈ അതിശയിപ്പിക്കുന്ന കണ്ടുപിടുത്തം കണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ അതിശയിച്ചു. അവർ ഈ കമ്പിളി ഉപയോഗിക്കുമ്പോൾ ഒരു മാജിക്കിനെ പോലെ അവർക്ക് തോന്നി. ഗ്രാമത്തിലെ ജനങ്ങളുടെ കുളിർ പ്രശ്നം അതോടെ അവസാനിച്ചു. അവരുടെ അസുഖമൊക്കെ മാറാൻ തുടങ്ങി. പിന്നെ അവരുടെ ജീവിതം വീണ്ടും പഴയതുപോലെ മാറി. ഷടാ മനീഷ്, ഏൽക്കുന്നു. നീ എങ്ങനെയോ നമ്മളുടെ ഗ്രാമത്തിനെ തണുപ്പിൽ നിന്നും രക്ഷിച്ചു. പക്ഷേ ഇത് നിന്റെ സഹായമില്ലാതെ സാധ്യമില്ലായിരുന്നു. സഹായം ചെയ്യാനല്ലേ സുഹൃത്തുള്ളത്. പക്ഷേ ഒരു സന്തോഷമായ കാര്യം, ഇന്നാണ് പ്രൊഫസറിൻ്റെ അടുത്ത് നിന്ന് കാൾ വന്നത്. അദ്ദേഹമാണ് പറഞ്ഞത് ഗവൺമെൻറ് സാർബായിട്ട് ഈ കണ്ടുപിടിപ്പിൻ്റെ വെട്രിയിൽ നിനക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നു. പിന്നെ വളരെ വേഗത്തിൽ ഈ ടെക്നിക്കിനെ ലോകം മുഴുവനും ചെയ്യാൻ പോകുന്നത്. നേരാണോ? ഷടാ, ഇതുവരെ ഞാൻ ഇത് ആലോചിച്ചിട്ടേ ഇല്ല. ഇത് എനിക്ക് സ്വപ്നം പോലെ തോന്നുന്നുണ്ട്. സ്വപ്നമല്ല, ഇത് നേരാണ്. നിന്റെ അധ്വാനം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. രോഹൻ പറഞ്ഞത് കേട്ടതും മനീഷിന് വളരെ സന്തോഷമായി. അവൻ ഇതുവരെ ചിന്തിച്ചു പോലും നോക്കിയില്ല. അവന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം തന്നെ വിജയിച്ചത് മാത്രമല്ലാതെ വലിയ വലിയ ആളുകളൊക്കെ അവനെ പ്രശംസിക്കുമെന്ന്. ഇപ്പോൾ മനീഷിന്റെ ആത്മവിശ്വാസം മുൻപത്തെക്കാളും പല മടങ്ങ് അധികമായി. അദ്ദേഹം വരാനിരിക്കുന്ന ജീവിതത്തിൽ പുതിയ പുതിയ ഉയരങ്ങളിലെത്താൻ റെഡിയായി. അവസാനം മനീഷിന്റെ ആ കണ്ടുപിടുത്തം വിജയിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ അധ്വാനത്തിനുള്ള യഥാർത്ഥ പ്രതിഫലം കിട്ടി. അതല്ലേ സംഭവിക്കൂ. യഥാർത്ഥ മനസ്സോടെയും ശക്തിയോടെയും ചെയ്ത പ്രവൃത്തിക്കുള്ള ബലൻ.